കോട്ടയം പാറത്തോട് സഹകരണ സംഘം ക്രമക്കേട് കേസിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അറസ്റ്റിൽ. ടി.എം. ഹനീഫയെ കാഞ്ഞിരപ്പള്ളി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് 29 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് അറസ്റ്റ്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, ഇയാൾ എങ്ങനെയാണ് ക്രമക്കേട് നടത്തിയത്? എത്ര രൂപയാണ് ക്രമക്കേട് നടത്തിയത്? വിശദാംശങ്ങൾ. ഷഹാന, കോട്ടയം പാറത്തോട് സഹകരണ സംഘത്തിലെ ക്രമക്കേട് 2 മാസം മുമ്പ് പുറത്തു വന്നിരുന്നതാണ്. പിന്നീട് ഈ പ്രതികളെ ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഇതിൽ ഒന്നാം പ്രതിയായി ജീവനക്കാരിയായ ഷിബിനെ പ്രതി ചേർത്തിരുന്നു. ഇവരുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിലെ 2ാം പ്രതിയെ ഹനീഫയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹനീഫയും അതോടൊപ്പം ഹനീഫ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്. കൂടാതെ ഈ ബാങ്കിന്റെ തന്നെ ചുമതലയുള്ള സൈമൺ എന്ന കോൺഗ്രസ് നേതാവും ാണ് മറ്റ് 2 പ്രതികൾ. ഇതിൽ ഹനീഫ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുകയും കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് 29,25,000 രൂപ തട്ടിയെടുത്തുന്ന എബി എന്ന വ്യക്തിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റും തുടർ നടപടികളും ഉണ്ടായിരിക്കുന്നത്. ഷഹാന. ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.